17 സങ്കീർത്തനം 19 മുതലുള്ള വാക്യപ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനം 118 19 മുതൽ ഉള്ള വാക്യങ്ങൾ. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവൻ, ഞാൻ അവയിൽ കൂടെ കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. യഹോവയുടെ നാമത്തിൽ വരുന്നവർ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവൻ. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ കർത്താവേ, അനുഗ്രഹീതമായ ഒരു ഹോസന്ന തിരുനാൾ ആഘോഷിക്കുവാൻ തക്കവിധം കർത്താവിൻ്റെ കൃപ അനുഗ്രഹം ഞങ്ങളുടെ മേൽ ചൊരിയിരിക്കുന്നവനെ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് പാടുവാനും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്ന് അപേക്ഷിക്കുവാൻ ഈ വിശുദ്ധീയേറിയ ദിവസം ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ആയതിനാൽ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടതാണ് എന്ന് അവിടുത്തെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ശബത്ത് ദിവസം അവിടുന്ന് വിശുദ്ധീകരിച്ച് നൽകിയ ഈ ദിവസത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ക്രിസ്തുവിനെ തങ്ങളുടെ രാജാവായി ഞങ്ങളിലേക്ക് സ്വീകരിക്കുവാനും നൽകപ്പെട്ട ഈ മനോഹരമായ അനുഭവങ്ങൾക്കായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പല ഭവനങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ആനന്ദിക്കുവാനും ക്രിസ്തുവിലുള്ള സന്തോഷം കണ്ടെത്തുവാനും ക്രിസ്തുവിനെ ഞങ്ങളുടെ രാജാവായി സ്വീകരിക്കുവാനും ദൈവാലയത്തിൻ്റെ മഹത്വത്തിലേക്ക് അവിടുന്ന് കൂട്ടിച്ചേർത്തതിനായി നന്ദി. നാഥ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് ഹോസന്ന പാടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ സ്തുതി മഹത്വത്തിൻ്റെ ദർശനങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി അങ്ങേ പാടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും വേണ്ടുന്ന ആത്മീക കൃപ നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നെൻ്റെ ആരാധനയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ക്രിസ്തീയ ജീവിതത്തിൽ മനോഹരമായ ഈ ദിവസത്തെ ഞങ്ങൾ വിശുദ്ധിയോടുകൂടി ആചരിപ്പാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും ആലോചനയും കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ആരാധനയിൽ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവാനായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഈ ജനതയുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവിടുന്ന് ഇവിടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് രക്ഷാകരമായ അനുഭവത്തെ പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അധ്യവസനം കൂടെ ഉണ്ടാകണം. പങ്കെടുക്കുവാനുള്ളവരെയും കർത്താവ് കൂട്ടിച്ചേർക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായി പുതിയ കീർത്തന പുസ്തകം 119 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 111 കീർത്തനം. സ്തോത്രം സർവ്വ രാജ
ഹോശന്നമശിഹായ്ക്ക് ശിശുക്കളിൻ വായാൽ ഇസ്രായേലിൻ രാജാവേ ദാവീദിൻ പുത്രനേ കർത്തനായി വരുന്നോനേ നിൻ നാമം വാഴട്ടെ മഹത്വം സ്തോത്രം സർവ്വം രാജനേശുവിന് ഹോശന്നമശിഹായ്ക്ക് ശിശുക്കളിൻ വായാൽ ദൈവദൂത സംഘത്താൽ സദാ വാഴ്ത്തപ്പെട്ടോ സർവസൃഷ്ടിയേകമായി നിന്നെ വാഴ്ത്തിയിടട്ടെ മഹത്വം സ്തോത്രം സർവ്വം രാജനേശുവിന് ഹോശന്നമശിഹായ്ക്ക് ശിശുക്കളിൻ വായാൽ ഉരുത്തോല നിരത്തി യൂദനിൻ പാതയിൽ ഞങ്ങളുണർ യാചന നിൻ മുൻപിൽ വയ്ക്കട്ടെ മഹത്വം സ്തോത്രം സർവ്വം രാജനേശുവിന് ഹോശന്നമശിഹായ്ക്ക് ശിശുക്കളിൻ വായാൽ കഷ്ടാനുഭവത്തിൻ മുൻ ആവസ്തോത്രം പാടി ഞങ്ങളിതാ ഉച്ചത്തിൽ നിനക്കായി പാടുന്നേ മഹത്വം സ്തോത്രം സർവ്വം രാജനേശുവിന് ഹോശന്നമശിഹായ്ക്ക് ശിശുക്കളിൻ വായാൽ കൃപയേറും രാജാവേ അവരെ കേട്ടപ്പോൾ നിജരം ഞങ്ങളോട് യാചന കേൾക്കണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് പ്രിയമുള്ളവരെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയോ ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്. ആകാശത്തെ ഭൂമിയുണ്ടാക്കിയത് അവനല്ലോ. ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായുള്ളവേ,
അരിഷ്ടപാപികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്തമായി പാപമുള്ളവരും അശ്രിതരുമാകുന്നു എന്നു നിനക്ക് വിരോധമായ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും പാപം ചെയ്തിരിക്കുന്ന ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു. ആകെയോ ഞങ്ങളെ ഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കയോടി വരികയോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയോ ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾ പരമമരണത്തിൽ ഏൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും അനന്തം ക്ഷമിക്കണമേ. നിന്റെയും നിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള സത്യാറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർവമായ അനുസരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന് വാഗ്ദത്തം തന്നുമിരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ ഹോസന്ന പെരുന്നാളിലേക്കുള്ള ആരംഭവാക്യം. നീയോ യഹോവേ അകന്നിരിക്കരുതേ, എന്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്നു എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെ അകന്നു നിൽക്കുന്നതെന്ത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു
ദേവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുസ്വാമിന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്രാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളേണമേ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകേണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മൗനതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവന്റെ ആത്മാവിലേക്ക് മാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ താഴ്മയുള്ള ദൃഷ്ടാന്തത്തെ മുഴുവൻ മനുഷ്യവർഗം പിന്തുടരേണ്ടതിനു ഞങ്ങളുടെ ജഡം ധരിപ്പാനും ക്രൂശന്മേൽ മരണം സഹിപ്പാനുമായി അവനെ സർവശക്തന നിത്യ ദൈവമേ, ഞങ്ങൾ അവൻ്റെ ദീർഘക്ഷമയുടെ ദൃഷ്ടാന്തത്തെ പിന്തുടരുവാനും അവിടുത്തെ പുനരുദ്ധാനത്തെ പങ്കാളിയാകുവാൻ കൃപ ചെയ്യണമെന്നു അങ്ങയോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കിരിക്കാം. ഈ സമയം പിടിപ്പണ നേർച്ച സമർപ്പിക്കാനുള്ള ഗാനം ആലപിക്കും. പിടിപ്പണ നേർച്ച സമർപ്പിക്കാവുന്നതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങൾക്കായും ജീവിതത്തിനായും നന്ദിയും സ്തുതിയും കരയറ്റുന്നു. അങ്ങയുടെ സന്നിധിയിൽ വഴിപാടുമായി കടന്നു വരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വചനത്തിൽ കൂടെ തിരഞ്ഞെടുത്തിരിക്കുന്നവനെ, അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെയും നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് അവിടുത്തെ പാദപീഠത്തിൽ ശരണം പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യകരമായ നിമിഷത്തിനായി സ്തുതി. അത്തരത്തിൽ കർത്താവിൻ്റെ സന്നിധി പിടിപ്പണമായി നിൽക്കുവാൻ നിതിൻദാസിനെയും ആതിരയും കുഞ്ഞിനെയും ദൈവം സഹായിച്ചു. പ്രസവ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ആദ്യമായി ദൈവ ആലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കുഞ്ഞുമായി കടന്നു വരുവാൻ ദൈവം അനുവാദം നൽകി. പ്രാർത്ഥനയോടുകൂടെ കഴിഞ്ഞുപോയ നാളുകളിൽ തങ്ങളുടെ വിശ്വാസ ജീവിതവും ഭൗതിക ജീവിതവും ഒക്കെ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഒത്തിരിയേറെ പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടായിരുന്നു. കരുതുവാൻ തക്കവിധം അവിടുന്ന് കൂടെയിരുന്നു. അവിടുത്തെ ചിറകിൻ മറവിൽ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചു കുഞ്ഞിനെ ആശീർവദിച്ചു. കുഞ്ഞിനുമായി ദൈവസനിൽ കടന്നു വന്നിരിക്കുന്ന ഈ കുടുംബത്തെ കർത്താവ് ആശീർവദിക്കണമേ. ഇവരുടെ ആഗ്രഹങ്ങളെ ഇക്കഴിഞ്ഞുപോയ നാളുകൾ സഫലമാക്കിയ ദൈവം വരും നാളുകളിൽ എല്ലാ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും കൂടെ ഉണ്ടാകുമാറാകണമേ. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും സ്വർഗം കേൾക്കണമേ. സ്വർഗീയ കവാടം തുറന്ന് ഇവിടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവിധം ഇടവരുത്തണമേ. കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. കുഞ്ഞിൻ്റെ എന്നും മുതലുള്ള ദൈവാലയമുള്ള ജീവിതത്തിൽ അവിടുത്തെ കൃപ അനുഗ്രഹം പകർന്നു കൊടുക്കണമേ. ദൈവത്തെ സ്നേഹിക്കുവാനും വചനത്തെ പഠിക്കുവാനും അനുസരിക്കുവാനും ആലയത്തോടൊപ്പം ചേർന്ന് വിശ്വാസത്തോടുകൂടെയുള്ള ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവശക്തി ഈ കുഞ്ഞിൻ്റെ മേൽ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പനമ്മമാരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും വചനം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും വേണ്ടുന്ന സാധ്യതകൾ ഈ ആലയത്തിൽ കൂടെ ഈ കുഞ്ഞിന് കർത്താവ് തന്നെ പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അർപ്പിച്ച വഴിപാട് സ്വീകരിക്കുന്നതിനോടൊപ്പം അവരുടെ കുടുംബജീവിതത്തെയും അവിടുന്ന് സ്വീകരിക്കണമേ. സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു കുടുംബത്തിൻ്റെ തലങ്ങളിൽ കൂടെ കടന്നു പോകുവാൻ കർത്താവെ നീ സഹായിക്കണമേ. ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദോഷങ്ങളും അവിടുന്ന് വീണ്ടെടുക്കണമേ. പൈശാചിക ബന്ധനങ്ങൾ അവിടുന്ന് വിടുവിക്കണമേ. സകല ബാല അരിഷ്ടതയിൽ നിന്നും ഈ കുഞ്ഞിനെ അവിടുന്ന് രക്ഷ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞായി നീ സ്നേഹിക്കുന്ന, നീ ചേർത്ത് പിടിക്കുന്ന, നിന്റെ മാറിലെ ആ അനുഗ്രഹം സ്വന്തമാക്കപ്പെടുന്ന അവിടുത്തെ കുഞ്ഞായി ശോഭയോടുകൂടി വളരുവാൻ തക്കവിധം വചനത്തിൻ്റെ മുഖാന്തരങ്ങൾ ഈ കുഞ്ഞിന് കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അൾത്താരയുടെ അനുഗ്രഹവുമായി കുഞ്ഞ് മടങ്ങിപ്പോകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുഞ്ഞിനോടൊപ്പം, കുഞ്ഞിൻ്റെ പിതാവിനോടൊപ്പം, മാതാവിനോടൊപ്പം, കുടുംബ അംഗങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടായിരിക്കണം. പരസ്പരം പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കുഞ്ഞിനൊരു ആശീർവാദ അനുഗ്രഹമായി തീരുവാൻ ഇടവരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിദൈവത്തിൻ്റെ കൃപാനുഗ്രഹ ആശീർവാദം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം പുതിയ കീർത്തന പുസ്തകത്തിൽ 120-ാമത്തെ കീർത്തനം, പഴയ കീർത്തന പുസ്തകം 112-ാമത്തെ കീർത്തനം. ഈ കീർത്തനം ആലപിക്കുമ്പോൾ മാസവരി സ്തോത്ര കാഴ്ച ദൈവസന്നിധി സമർപ്പിക്കാവുന്നതാണ്.
കൂടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ഓടിക്കൊടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ക്രൂശിങ്കലാമീതിന്നന്തം നാശദോഷമാകെ നീക്കാൻ. ഓടിക്കൊടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ഓടിക്കൊടിൻ യേശുവോടു വീതി മൂടി പാത്രങ്ങളാ ശീലനിടയിലിരിച്ചിടിൻ കോലാഹലമായി ഘോഷിപ്പിൻ. ഓടിക്കൊടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ഓടിക്കൊടിൻ യേശുവോടു മോടിയോടുവാനോ സൈന്യം ഖേദമചയമാവർക്കു നാദനിങ്ങനെ പോകയിൽ. ഓടിക്കൊടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. ഓടിക്കൊടിൻ യേശുവോടു നാടും വീടും കൂടും എല്ലാം ചേരും വേഗം അന്ത്യയുഗം തീരും എല്ലാം കുരിശിങ്കൽ. ഓടിക്കൊടിൻ യേശുവോടു പാടി ചൊല്ലിടിൻ ഹോശാന. സമർപ്പിച്ചിരിക്കുന്ന മാസൂരി സ്തോത്ര കാഴ്ചയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ദിനംതോറും അനുഗ്രഹിക്കുന്ന കർത്താവേ, അതുപോലെ ഈ മാസവും ദൈവസന്നിധിയിൽ വഴിപാട് സമർപ്പിക്കുവാൻ പതിവുള്ള മാസവരി പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ അൾത്താരയിലേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളോട് കൃപയുണ്ടായവനെ, അവിടെ നിന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സാധ്യതകൾ നൽകി. ഞങ്ങളുടെ അധ്വാനം അവിടെ നിറഞ്ഞു. അധ്വാനിക്കുവാൻ വേണ്ടുന്ന ആരോഗ്യവും സുഖവും സന്തോഷവും ഒക്കെ നൽകി. സാധ്യതകളെ തുറന്നു നൽകി. ഞങ്ങളുടെ അധ്വാനത്തിൽ നല്ല പ്രതിഫലം നേടുവാൻ ദൈവം ഇടവരുത്തി. അധ്വാനിക്കുവാൻ വേണ്ടുന്ന മുഖാന്തരങ്ങൾ ഒരുക്കിയ ദൈവത്തിന് ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാട് ദശാംശ കാണിക്ക് അവിടെ നിന്ന് സ്വീകരിക്കണമേ. ആലയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചും ആലയത്തിൻ്റെ നടത്തിപ്പിനായി ആലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്ന ഈ വഴിപാടിനോടൊപ്പം അവിടുത്തെ മേശയിലേക്ക് സമർപ്പിച്ച എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അവിടെ അധ്വാനങ്ങളെയും അവിടുന്ന് മാനിച്ച് അനുഗ്രഹിക്കണം. കൃപയിൽ അവിടുന്ന് സൂക്ഷിക്കണം. ഇതുപയോഗിക്കുന്ന ആവശ്യങ്ങൾ അറിയുന്നു. സഭയുടെ ഭൗതിക ആത്മീക കാര്യാദികൾക്ക് പ്രാർത്ഥനയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഉപജീവനമാർഗത്തിൻ്റെ സാധ്യതകളെ കർത്താവ് തുറക്കപ്പെടണമേ. പ്രാർത്ഥനയിൽ അധ്വാനിച്ച് നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇടവരുത്തണമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ നടത്തിക്കുന്ന ദൈവമായി ഞങ്ങളോടൊപ്പം കൂടെ ഇരിക്കണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ഇന്ന ദിവസത്തേക്കുള്ള വിശുദ്ധ തിരുവചന വേദഭാഗം വായിച്ചു കേൾക്കാം. പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 32-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. യഹോവ തന്റെ ജനത്തെ ന്യായം വിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചുപോയി, ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതെയായി കണ്ടിട്ട് അവർ സ്വദാസന്മാരെ കുറിച്ച് അനുതപിക്കും. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലികളുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവരാശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവർ അരുളി ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, ഞാൻ കയ്യിൽ വിടുവിക്കുന്നവനില്ല. ആമേൻ. ഇന്നത്തേക്കുള്ള ലേഖനവേദഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. ഇവിടെ ലേഖനഭാവം വായിച്ചു. നമുക്ക് എഴുന്നേറ്റ് ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാവം വായിച്ചു കേൾക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. കർത്താവേ, നിനക്ക് മാത്രമുണ്ടാകുമാറാകട്ടെ. വിശുദ്ധ മത്തായി 21-ാം അധ്യായം 1 മുതൽ. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ചും ഒലിവ് മലയരികെ ബേത്ഭാഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ചും, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറയും. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനെ കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അള്ളിച്ചതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടും അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസ്രയത്ത് നിന്നുള്ള
പ്രവാചകനായ യേശു എന്ന പുരുഷാരം പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദഭാവം വായിച്ചു കിടന്നും നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ചും ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ആയം പരിശുദ്ധാത്മാവിനാൽ പതിയപ്പെട്ട് കന്യമറിയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചതെന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്ത്യ സഭയും പാപമോചന ശരീരത്തിന്റെ പുനരുത്ഥാനവും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തുടർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പുതിയ കീർത്തന പുസ്തകം 121, പഴയ കീർത്തന പുസ്തകം 113. മലയിൽ ബാലസ്തുതിച്ചിടുന്നു. കണ്ടു സിയോൻ മലയിൽ ബാലസ്തുതിച്ചിടുന്നു. കർത്താവിൻ നാമത്തിൽ വരുന്നവനോ സ്തുതി നിത്യം ഭവിക്കട്ടെ. ഹോശന്നാ ആമേൻ. സ്തുതി നിത്യം ഭവിക്കട്ടെ. ഹോശന്നാ ആമേൻ. കുട്ടിയാം കർത്തവത്തിന്മേലേശു തമ്പുരാനുപദിഷ്ടര ശിഷ്യരോടെഴുന്നരുളി വന്നു. ഉപദിഷ്ടരാം ശിഷ്യരോടെഴുന്നരുളി വന്നു. വെട്ടിയങ്ങോ പച്ചിലകൾ യുധഗണങ്ങൾ പലറോടുകൾ നെടുകെ വാരി വിതറി നിന്നു. പലറോടുകൾ നെടുകെ വാരി വിതറി നിന്നു. കോലാഹലമായേശു മഹിപതി താൻ ബഹുമാലോകരോടു ദേവാലയത്തിൽ ചെന്നു. ബഹുമാലോകരോടു ദേവാലയത്തിൽ ചെന്നു. ചേലോടെഴുന്നരുളി അവർ വരവേ പലർമേലങ്കികളെ വഴിയതിൽ വിരിച്ചു. പലർമേലങ്കികളെ വഴിയതിൽ വിരിച്ചു. കൂട്ടമായി തിരുസുതനോ നാമെല്ലാവരും ഇന്നു പാട്ടുകൾ പാടണം തന്റെ കരുണ കൊണ്ട്. ഇന്നു പാട്ടുകൾ പാടണം തന്റെ കരുണ കൊണ്ട്. കൊട്ടണം തമ്പുരുവോടു താളങ്ങളും വഴി കാട്ടണം പലരും തന്നെ സ്തുതിച്ചിടുവാൻ. വഴി കാട്ടണം പലരും തന്നെ സ്തുതിച്ചിടുവാൻ. ശാലേമിന്നധിപതി വരുന്നതിനെ കണ്ടു സിയോൻ മലയിൽ ബാലസ്തുതിച്ചിടുന്നു. കണ്ടു സിയോൻ മലയിൽ ബാലസ്തുതിച്ചിടുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്ക് ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ ഹോസന്ന തിരുനാൾ മഹോത്സവത്തിലേക്കുള്ള യാത്രയിൽ അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 21:2-3. നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവൻ.
നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറവിൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറയും. കർത്താവായ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വിശുദ്ധേറിയ ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആർപ്പുവിളിയുടെയും ഒരു ദിവസം, ഹോസന്ന ദിവസം. ഹോസന്ന എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം വ്യക്തമാണ്. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ് ഹോസന്ന എന്ന പദത്തിൻ്റെ അർത്ഥം. ഹോസന്ന എന്ന് പറയുമ്പോഴും പല ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന യേശു, വഴിയിൽ വിതറിയിരിക്കുന്ന വൃക്ഷ ശിഖരങ്ങൾ, ഓല കൊമ്പുകൾ, വഴിയിൽ വിതറിയിരിക്കുന്ന വസ്ത്രങ്ങൾ, കൂടെ നടക്കുന്ന പുരുഷാരം, യേശുവിൻ്റെ ശിഷ്യന്മാർ, രാജാവായി കഴുതപ്പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെ ആനയിക്കുന്ന ഒരു വലിയ സമൂഹം, യെരുശലേം ദേവാലയത്തിലേക്കുള്ള യാത്ര, രാജകീയമായ ഒരു യാത്ര. ഇതാണ് ഈ ഹോസന്നയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചിത്രം. ഹോസന്നയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹോസന്ന എന്ന് പറയുന്നത് അത് എന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു വലിയ തത്വം, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നാണ്. നാം ഇന്ന് ഹോസന്ന പറയുമ്പോഴല്ല, ഹോസന്ന പാടുമ്പോഴും കുരുത്തോലുകളുമായി തെരുവീതികളിലൊക്കെ കടന്നു പോകുമ്പോൾ ക്രിസ്തു നടത്തിയ ആ രാജകീയ യാത്രയുടെ ഒരു ഓർമ്മ പുതുക്കൽ ഞാൻ അനുഭവിക്കുന്നതിനോടൊപ്പം ഞാൻ അനുഭവിക്കുന്ന ആ ഓർമ്മ പുതുക്കൽ ലോകത്തോടുകൂടെ ഒന്ന് വിളിച്ച് പറയുന്ന ഒരു പ്രദക്ഷിണ യാത്രയാണ് ഇന്ന് ദേവാലയങ്ങളിലൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഘോഷയാത്രയിലേക്ക് പങ്കുചേരുമ്പോൾ തിരിച്ചറിയേണ്ടത്, ഹോസന്ന പാടുന്ന സമയം ആ ഗാനം അല്ലെങ്കിൽ ആ സ്തുതി വിടുതലിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി എന്നിൽ തീരണം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ആകണം ഈ ഹോസന്നയിൽ നാം പങ്കെടുക്കേണ്ടത്. ഹോസന്നയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനം തന്നെയാണ്. ക്രിസ്തു കഴുതപ്പുറത്ത് കയറിയ രാജാവായിട്ട് യെരുശലേം ദേവാലയത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുകയാണ്. ശുശ്രൂഷ ജീവിതത്തിൽ യെരുശലേമിലേക്കുള്ള യേശുവിൻ്റെ ഒരു അവസാനത്തെ യാത്രയും യേശുവിൻ്റെ അവസാനത്തെ ഈ ശുശ്രൂഷയും പ്രവൃത്തിയുമായിട്ടാണ് ഈ ഹോസന്നയെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം കാണുവാനായിട്ട് കഴിയുന്നത് യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതും ഈ ദേവാലയം വിശുദ്ധാലയമാക്കി തീർക്കുന്നതും ആ വിശുദ്ധാലയം ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതുമാണ്. തുടർന്നുള്ള ശുശ്രൂഷയിലെ ഹോസന്നയുമായി ബന്ധപ്പെട്ടുള്ള ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധ്യം ആകുന്നത്. ഇവിടെ യേശു ഈ യെരുശലേമിലേക്ക് എത്തിച്ചേർന്ന യേശു ദേവാലയത്തിൽ പോകുവാനായിട്ട് ഒരു വാഹനത്തെ സ്വന്തമാക്കുകയാണ്. അതിന് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ കൂടെ പറഞ്ഞ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവൻ, അവിടെ ഒരു പെൺകഴുതക്കുട്ടി, ഒരു അമ്മ കഴുതയും അതിൻ്റെ കുട്ടിയും കെട്ടിയിരിക്കുന്നത് കാണും, നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവൻ. ആരാനും വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവൻ. അങ്ങനെ അവർ പോകുന്നു, അഴിച്ചു കൊണ്ടുവരുന്നു, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. യേശു അതിൽ കയറിയിരിക്കുന്നുണ്ട്. അവർ അവരുടെ വസ്ത്രങ്ങൾ ചിലതെടുത്ത് വഴിയിൽ വിരിക്കുന്നുണ്ട്. ജനം അത് കണ്ട് അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നുണ്ട്, കൊമ്പുകൾ വെട്ടി വഴിയിൽ വിരിക്കുന്നുണ്ട്. തുടർന്ന് യേശു അതിലേക്ക് ഇങ്ങനെ ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോഴും ജനം മുഴുവനും ഒന്നിച്ച് ആർപ്പ് വിളിക്കുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ മഹത്വം, അത്യുന്നതങ്ങളിൽ ഹോസന്ന, ദാവീദപുത്ര അങ്ങേക്ക് ഹോസന്ന. എന്തുകൊണ്ടാണ് ഈ ഹോസന്ന എന്ന് പാടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ ജനം കാത്തിരുന്ന ഒരു രക്ഷകൻ ക്രിസ്തു ആണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ ക്രിസ്തുവിനെ നോക്കിയിട്ട് അവർ വിളിക്കുകയാണ്, ഞങ്ങളെയും കൂടെ നീ ഒന്ന് രക്ഷിക്കണമേ. പാപബന്ധനത്തിലും അടിമത്വത്തിലും അന്ധകാരത്തിൻ്റെ ശക്തിയിലും ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ ഈ പാപബന്ധനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ള
ഒരു നിലവിളി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് ഈ പുരുഷാരം ഈ ഹോസന്ന പെരുന്നാളിൽ ദേവാലയത്തിൻ്റെ കവാടത്തിൽ കൂടെ നടത്തി വരുന്നു. അപ്പോൾ ഈ ഒരു ധ്യാനചിന്തയിലേക്ക് വരുമ്പോൾ യേശു ഈ ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞ 5 കാര്യങ്ങളെയാണ് നാം ഇന്ന് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് 2 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടതുപോലെ 5 കാര്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് യേശു പറയുന്നുള്ള ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്? നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുവൻ എന്നാണ് പറയുന്നത്. ഗ്രാമത്തിലേക്ക് ചെല്ലുവൻ. ശ്രദ്ധേയമായ 5 കാര്യങ്ങളാണ് യേശു ശിഷ്യന്മാരോടുകൂടെ പങ്കുവച്ച 5 കാര്യങ്ങൾ. ചെയ്യുവാൻ പറയുക 5 കാര്യങ്ങൾ. ഇന്ന് എന്നോട് ചെയ്യുവാൻ പറയുന്ന 5 കാര്യങ്ങളെയാണ് ഈ ഹോസന്ന നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്ന് പറയുന്നത്, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുവൻ. നമുക്കറിയാം യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചത് തൻ്റെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. 70 പേരെ വിളിച്ചും 70 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ 2 പേരായി ലോകം മുഴുവൻ അയച്ചിട്ട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവരാജ്യത്തെ പ്രഘോഷിക്കുവൻ. നിങ്ങൾ എല്ലാം വിട്ടിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് എല്ലാവരെയും എൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കുവൻ എന്ന് പറഞ്ഞവരെ അയക്കുന്നുണ്ട്. അതുപോലെ 12 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരെയും പല ഭാഗങ്ങളിലേക്ക് അയച്ചിട്ട് അവരോടുകൂടെ പറയുന്നുണ്ട്, നിങ്ങൾ വഴിയിൽ പൊക്കണവും വടിയും ഒന്നും എടുക്കരുത്, ചെരുപ്പിടരുത്, വസ്ത്രമെടുക്കരുത്, 2 വസ്ത്രം നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ നഗ്നപാതകരായി നിങ്ങൾ ഇറങ്ങിച്ചെന്ന് ദൈവരാജ്യം പ്രഘോഷിപ്പൻ എന്ന് പറഞ്ഞ് അയക്കുകയാണ്. പ്രിയമുള്ളവരെയും, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ അത്രയാണ്. അപ്പോൾ ഒന്നാമത് ഇന്നത്തെ ഹോസന്ന നമ്മെ പഠിപ്പിക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്. ഗ്രാമങ്ങളിൽ ശുശ്രൂഷകളുമായി ഇറങ്ങിച്ചെല്ലേണ്ട. സാധാരണ ഗ്രാമങ്ങളിൽ വസിക്കുന്നവർ സാധാരണ ജനതയാണ്. ഈ സമ്പത്തില്ലാത്തവരാണ്, പാപികളാണ്, ചുങ്കക്കാരാണ്, ഒറ്റപ്പെട്ടവരാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ് ഈ ഗ്രാമങ്ങളിലൊക്കെ വസിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തോടൊപ്പം ചേർന്ന് അവരിൽ ജീവിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വമാണ് ഈ ഹോസന്നയിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ എന്നോട് കൂടെ പറയുന്നു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. രണ്ടാമത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെ കുട്ടിയെ നിങ്ങൾ കാണും. നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്ന അമ്മക്കഴുതയെയും അതിനോടൊപ്പം കെട്ടപ്പെട്ടിരിക്കുന്ന ഈ കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും എന്നാ പറയുന്നത്. രണ്ടാമത് പറയുന്നത്, ചില ജീവിതങ്ങൾ അതിങ്ങനെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ്, അതിനെ നിങ്ങൾ കാണും എന്ന് പറയണം. അപ്പൊ ഈ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ഈ കഴുതക്കുട്ടിയെ മാത്രമല്ല, കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ജനസമൂഹത്തെ നിങ്ങൾ നോക്കിക്കാണണമെന്നാണ് കർത്താവ് രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ചില ജീവിതങ്ങൾ കെട്ടപ്പെട്ട ബന്ധനങ്ങളിൽ ആയിരിക്കുന്ന ജീവിതങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് ചില ജീവിത ബന്ധനങ്ങളാകുക? ചില മാനുഷികമാകുന്ന ബന്ധനങ്ങൾ. നമുക്കറിയാം, ഈ മാനുഷിക ബന്ധനങ്ങൾ എന്ന് പറയുന്നത് അരുത് എന്ന് പറയുന്ന അരുതെന്ന് പറയുന്നതാണ് ഈ മാനുഷിക ബന്ധം. എന്ത് ചെയ്യുവാന്ന് വരുന്നാൽ അരുത്, അത് ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ള കെട്ടപ്പെട്ട ചില ബന്ധനങ്ങൾ, മാനുഷിക ബന്ധനം നമുക്കുണ്ട്. ഏതൊരു കാര്യത്തിനും ഈ ഒരു വാക്കാണ് പറയുന്നത്, ഇതൊരു ബന്ധനമാണ്. ഒന്നും ചെയ്യുവാനായിട്ട് ഈ ശ്രമിക്കുവാനായിട്ട് ഇടവരുത്താത്ത ചില ബന്ധനങ്ങൾ നമ്മളുണ്ട് എന്ന് നാം ഒന്ന് തിരിച്ചറിയണം. യേശുവിൻ്റെ അടുക്കൽ കുറെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ പറയണം, അരുത്, പോകരുത്. കാരണം യേശു ക്ഷീണിച്ചിരിക്കുകയാണ്, അവൻ വിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയും ഈ ബന്ധനമാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വണ്ണമുള്ള ബന്ധനങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഈ ബന്ധനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവരെ വിടുവിൻ, ബന്ധനങ്ങൾ അഴിച്ചെടുക്കുക എന്ന കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു പറയുന്നുണ്ട്, നമ്മോട് പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ചില ബന്ധനങ്ങളിൽ ആയിരിക്കുന്നവരെ കാണും. കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ചില ജീവിതങ്ങളെ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്ന് അവിടെ വെളിപ്പെടുത്തുക. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിട്ട് സ്വാതന്ത്ര്യമില്ല. ഈ കഴുതക്കുട്ടിയെയും അതിൻ്റെ അമ്മ കഴുതയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്, അതിന് സ്വാതന്ത്ര്യമില്ല, അതിന് പുറത്തേക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല. ഒരു യജമാനന്റെ അടിമത്വത്തിൽ അതിങ്ങനെ വലഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ആയിരിക്കുന്ന ജീവിതങ്ങളെ
ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവരെ നിങ്ങൾ കാണും എന്നുള്ള ഒരു ആഹ്വാനമാണ്, ഒരു ശ്രദ്ധേയമായ ചിന്തയാണ് ഈ ഹോസ്റ്റനെ നമുക്ക് നൽകുന്നത്. ലാസർ മരിച്ചു. അവരെ ഭവനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കല്ലറയിലേക്ക് പോയി. കല്ലറയിൽ പോയിട്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ലാസർ. ഈ കെട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ലാസറിന്റെ കല്ലറ നിന്നിട്ട് പറയുന്നത്, അതിനെ തുറക്കുക, അതിനെ അഴിച്ചുവിടുക. കെട്ടപ്പെട്ട ലാസറിനെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനായിട്ട് തടസ്സം നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം പറയുന്നത് ഇങ്ങനെയാണ്, നാറ്റം വെച്ചിരിക്കാം, 4 ദിവസമായിട്ടുണ്ട്, കല്ലറ തുറക്കുവാനായിട്ട് ഇവിടെ അനുവാദമില്ല എന്നൊക്കെ പറഞ്ഞ് തടസ്സം സൃഷ്ടിക്കാൻ അരുത് എന്ന് പറയുകയാണ്. അപ്പൊ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത ചില കെട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് ഈ നോഷന്റെ നാളിൽ നോക്കിക്കാണുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമത് കർത്താവ് ഇവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കെട്ടിയിരിക്കുന്ന കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. തുടർന്ന് പറയുന്നത് അവയെ അഴിച്ചു കൊണ്ടുവരിക എന്നാണ്. മൂന്നാമതായി ചില കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട്. ചില കെട്ടുകൾ കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അത് അഴിക്കപ്പെടേണ്ടതായിട്ട് ഉണ്ട് എന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ്? നാം എല്ലാം ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്, അല്ലെ? ഈ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുമ്പോൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യർ എത്തിച്ചേരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. മനുഷ്യ മാത്രമല്ല, കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്ന സകലതും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം എന്നിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഏദേൻ തോട്ടത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം ഈ ഏദേൻ തോട്ടത്തിൻ്റെ ഈ പശ്ചാത്തലത്തെ സൃഷ്ടിക്കുന്നത്, പച്ചപ്പുണ്ടാക്കുന്നത്, അവിടെ ഫലവൃക്ഷങ്ങളെ ഉണ്ടാക്കുന്നത്, ഈ മനുഷ്യനെ ഭക്ഷിക്കുവാനും താമസിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നത് മനുഷ്യർ സ്വതന്ത്രമായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വതന്ത്രനായി ജീവിക്കുവാൻ മനുഷ്യനെ നിയമിക്കുമ്പോൾ മനുഷ്യൻ ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗപ്പെടുത്തുമ്പോഴാണ് ഈ കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നത്. തോട്ടത്തുനിന്ന് കർത്താവ് ഈ മനുഷ്യരെ പുറത്താക്കിയത് അവർക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ അവർ ദുർവിനിയോഗപ്പെടുത്തിയെന്ന്. ഈ ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. മാതാപിതാക്കൾ ഈ മക്കൾക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് ഈ ഒത്തിരിയേറെ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കേണ്ട മനുഷ്യരെ ഈ മക്കള് ഈ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കെട്ടപ്പെട്ട ഒരു 4 ചുവരിനകത്തേക്ക് നമ്മുടെ മക്കൾ അകപ്പെട്ടു പോകുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന കെട്ടപ്പെട്ട അവസ്ഥയിലല്ല, കർത്താവിന്റെ വചനം അനുസരിച്ച് എപ്പോഴും സ്വതന്ത്രരായി ജീവിക്കുക എന്നതാണ് കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. കെട്ടപ്പെട്ട അവസ്ഥകൾ മാറണം, സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയിലേക്ക്, കെട്ടുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ, കർത്താവിന്റെ നാമത്തെ കെട്ടുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് തീരണമെന്നാണ്. ഈ മത്തായി സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ അധ്യായം തൊട്ട് മുൻപുള്ള അധ്യായം 20-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ ഈ 2 കുരുടരായ മനുഷ്യരെ കാണും.
അതിനായിട്ടാണ് കർത്താവിൻ്റെ കെട്ടുകളെ അഴിച്ചിരിക്കുന്നത്. എൻ്റെ കെട്ടുകളിൽ നിന്ന് എന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ക്രിസ്തുവിനെ ചുമക്കും. അതുകൊണ്ട് കർത്താവ് ഇവിടെ പറയുന്നത്, ആരെങ്കിലുമൊക്കെ നിന്നോട് ചോദിക്കും എന്തിനാണ് ഇതിനെ അഴിക്കുന്നത്, നീ പറയണം കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, എൻ്റെയും നിൻ്റെ കെട്ടുകൾ പലരും പ്രാർത്ഥനയാലോ വചനത്താലോ ഒക്കെ അഴിക്കും. അപ്പോൾ ഈ കെട്ടുകൾ അഴിച്ച് നിന്നെ സ്വതന്ത്രനാക്കി വിടുമ്പോൾ നിന്നോട് സമൂഹം ചോദിക്കും എന്തിനാണ് ഇവൻ്റെ കെട്ടുകൾ അഴിച്ചത്. അപ്പോൾ നിനക്ക് പറയുവാനായിട്ട് കഴിയണം എന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, എന്നെ വഹിക്കുവാനായി കർത്താവിനെ വഹിക്കുവാനായിട്ട് കർത്താവിന് എന്നെ ആവശ്യമുണ്ട്, അതിന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് ഇറങ്ങുന്നു എന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെയും, പത്രോസിനെ കർത്താവ് വിളിച്ചത് കർത്താവിനെ ചുമക്കുവാൻ വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ വിളിക്കുന്ന കർത്താവിനെ ചുമക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കർത്താവിനെ ചുമക്കുവാൻ മനസ്സില്ലാത്ത ഒരു ശിഷ്യനാണ് യൂദ. അവൻ ചുമന്നത് സമ്പത്താണ്, അവൻ ചുമന്നത് ഭൗതികതയാണ്, അവൻ ചുമന്നത് നേട്ടങ്ങളെയാണ്, ഭൗതിക നേട്ടങ്ങളെയായിരുന്നു. അതുകൊണ്ടാണ് അവസാനങ്ങളിൽ അവൻ്റെ മരണം ആരും കാണാത്ത ഒരിടത്ത്, ആരും എടുത്തു കൊഴിച്ചു വിടുവാനായിട്ട് കഴിയാത്തൊരിടത്ത് അവൻ്റെ മരണം ഇങ്ങനെ അന്ധകാരത്തിൻ്റെ അനുഭവത്തിലേക്ക് ആയിത്തീരുന്നത്. പത്രോസിനെ വിളിച്ച ദൈവം നമ്മെ വിളിച്ചത്, നമ്മെ തിരഞ്ഞെടുത്തരുത്, എൻ്റെ കെട്ടുകൾ അഴിച്ചത്. പത്രോസിന് കെട്ടുകളുണ്ടായിരുന്നു. എന്താണ് അവൻ്റെ കെട്ട്? വള്ളവും വലയുമായിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുക. അതാണ് അവൻ്റെ കെട്ടുകൾ എന്ന് പറയുന്നത്. കുടുംബ ജീവിതത്തിൽ കുടുംബവുമായി മാത്രം ജീവിക്കുന്ന കെട്ടുകളാണ്. അവൻ്റെ അപ്പനോടും അവൻ്റെ സഹോദരങ്ങളോടും അവൻ്റെ ചാർച്ചക്കാരോടും സുഹൃത്തുക്കളോടും മാത്രം ജീവിക്കുന്ന കെട്ടുകൾ, കടലുമായി ചുറ്റപ്പെട്ട് ആ തീരവുമായി ചുറ്റപ്പെട്ട് ജീവിക്കുന്ന കെട്ട് പത്രോസിനുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് ആ കെട്ടുകളെ പൊട്ടിച്ച് പത്രോസിനെ ഇങ്ങനെ സ്വതന്ത്രനാക്കി വിടുകയാണ്. അപ്പൊ സ്വതന്ത്രനാക്കി വിടുമ്പോഴാ പത്രോസ് ക്രിസ്തുവിനെ ചുമക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യം ഉണ്ട്. നാം തിരിച്ചറിയണം, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമെന്നത് ഞാൻ കർത്താവിനെ ചുമക്കുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ ചുമക്കുന്ന ഒരു കഴുതക്കുട്ടിയായിട്ട് നമുക്കൊന്ന് തീരാം. പ്രിയമുള്ളവരെ, തന്നെ സമർപ്പിച്ച് താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി ക്രിസ്തുവിനെ എന്നിൽ ചുമക്കുവാൻ, ആ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവ് കൊണ്ട് നിന്നെക്കൊണ്ട്, ഈ ഹോസനെ പറയുന്നൊരു കാര്യം അത്, നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, നിന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ആ ഒരു ബോധ്യത്തോടുകൂടെ ഈ ഹോസന്ന നമുക്ക് ആചരിക്കാം. അവസാനം 5-ാമതായിട്ട് ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം ഉണ്ട്. കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. തൽക്ഷണം അവൻ അവയെ വിട്ട് അയക്കും. 5-ാമതായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ടാകും. ദൈവത്തിൻ്റെ നാമത്തിലുള്ള വിടുതൽ നമുക്കുണ്ടാകും. നാം അത് സ്വന്തമാക്കുവാൻ കഴിയണം. തൽക്ഷണത്തിൽ, പെട്ടെന്ന്. അവിടെ പിന്നെ മറ്റുള്ള ചോദ്യങ്ങളോ പറച്ചിലോ ഒന്നുമില്ല. അവിടെ ഒരു ഉത്തരമില്ല, മറ്റൊരു ചോദ്യമില്ല. കർത്താവിന് എന്തിനെന്ന് ചോദിക്കുന്നില്ല, ആരാണ് കർത്താവെന്ന് ചോദിക്കുന്നില്ല. അവിടെ ഒരു ചോദ്യവുമില്ല എന്നതാണ്. തൽക്ഷണം അവൻ അവയെ വിട്ട് അയക്കും എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ആവശ്യപ്പെടുമ്പോൾ വിട്ടുകൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ശിമോൻ പത്രോസിൽ കാണുവാൻ കഴിയുന്നത്. കർത്താവ് ആവശ്യപ്പെട്ടു, നിന്റെ പടക് ഒന്നെനിക്ക് താ. തൽക്ഷണം ആ പടക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തു. അവിടെ മറ്റൊരു ചോദ്യമില്ല, മറ്റൊരു പറച്ചിലില്ല, മറ്റൊരു സംസാരം ഒന്നുമില്ല. ആരോട് ഒരു ആലോചന ചോദിച്ചില്ല, വിട്ടുകൊടുക്കുകയാണ്. പത്രോസ് തൻ്റെ പടകുകളിൽ ഒന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, അതാണ് ഇന്ന് എന്നിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്, വിട്ടുകൊടുക്കുവാൻ. ആരോട് അനുവാദം ചോദിക്കരുത്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്, മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. അവിടെ ഒരുവൻ പറയുന്നത്, ഞാൻ എൻ്റെ അപ്പനോട് കൂടെ അനുവാദം ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ഭാര്യയുടെ അനുവാദം ചോദിക്കട്ടെ, ഞാൻ എൻ്റെ അമ്മയോട് അനുവാദം ചോദിക്കട്ടെ, ചാർച്ചക്കാരോട് അനുവാദം ചോദിക്കട്ടെ. കർത്താവ് പറയുകയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഏലിയാവ് എലീസയെ ഒന്ന് അഭിഷേകം ചെയ്തു, എന്റെ പിന്നാലെ വരിക എന്ന് എലിയാവ് പറയുകയാണ്. അപ്പോ ഏലിയാവിനോട് എലീസ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ യജമാനനെ, എൻ്റെ വീട്ടിൽ പോയി ഞാൻ നല്ലവണ്ണം ഒന്ന് ഭക്ഷിക്കട്ടെ, എൻ്റെ അപ്പനോട് അനുവാദം ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വന്ന് അനുഗമിക്കാം. ഏലിയാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്തത്, ദൈവം ചെയ്തത് എന്ത് ആണ് എന്ന് നീ മറന്നു കളയരുത്. തൽക്ഷണം എലീശ അപ്പനെയും കുടുംബത്തെയും വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ കടന്നുപോയി എന്നാണ്. പ്രിയപ്പെട്ടവരെ,
കർത്താവ് പറയും, ചോദിക്കും, അപ്പോൾ വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. തൽക്ഷണം അവിടെ മറ്റൊരു വ്യക്തിയുടെ അനുവാദത്തിന് ഞാൻ നിങ്ങളൊക്കെ കാത്തു നിൽക്കരുത്. ദൈവവിളി എപ്പോഴാണോ നിലനിലുണ്ടാകുന്നത് അവിടെ അത് കൊടുക്കുവാനായിട്ട് കഴിയണം. ഞാനൊരു അനുഭവം പറയാം. ഞാൻ സെമിനാരിയിലൊക്കെ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനല്ല. ഒത്തിരിയേറെ ആഗ്രഹമൊന്നും എനിക്കുണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരിക്കലും പള്ളിയിൽ ഇങ്ങനെ അച്ഛനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെമിനാരി പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് എൻ്റെ മനസ്സ് തോന്നിയതാണ് ഈ സെമിനാരി പോകണം. വീട്ടിൽ പോയി അച്ഛനോട് വെച്ച് പറഞ്ഞ്, അച്ഛൻ എനിക്ക് സെമിനാരി പോകണം. അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, നിനക്കിഷ്ടമാണെങ്കിൽ പോവാം, ഞാൻ തടസ്സം നിൽക്കത്തില്ല, നിനക്ക് വേണമെങ്കിൽ പോവാം. അന്നെടുത്ത തീരുമാനമാണ് ഇന്ന് ഈ ഒരു തലത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത്. ആരുടെയും പ്രേരണയല്ല, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ നേർച്ചയല്ല, ഒരു പുരോഹിതൻ്റെ നേർച്ചയല്ല, പ്രേരണയല്ല. പല പുരോഹിതന്മാരെ മാതൃകാ പുരുഷനായിട്ടൊക്കെ ഞാൻ അന്നും ഇന്നൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ വ്യക്തിത്വം, അവിടെ ഈ ഉപദേശങ്ങളൊക്കെ ഇന്നും എനിക്കൊരു മാതൃക തന്നെയാണ്. ആരുടെയും അനുവാദത്തിന് അന്നും ഇന്നും ഒന്നും കാത്തു നിന്നിട്ടില്ല എന്നതാണ്. കർത്താവിൻ്റെ വിളി എന്ന് പറയുന്നത് അങ്ങനെയാണ്. കർത്താവ് വിളിക്കുമ്പോൾ എല്ലാം വിട്ടിട്ട് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ ഈ പറയപ്പെടുന്ന അനുവാദം, അപ്പൻ്റെ അമ്മയുടെ അനുവാദം ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്നെ വിളിച്ചത് ദൈവമാണ്, എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണ്, എൻ്റെ ഈ കെട്ടുകളൊക്കെ അഴിച്ചത് ദൈവമാണ്. കുടുംബം എന്ന കെട്ട്, ഭവനം എന്ന കെട്ട്, അപ്പൻ എന്ന കെട്ട്, അമ്മ എന്ന കെട്ട്, സഹോദരങ്ങൾ എന്ന കെട്ട് ഒക്കെ അഴിച്ചത് ദൈവമാണ്. അപ്പോൾ അവിടെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കരുതെന്നാണ് പറയുന്നത്. വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. നിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴാണ് യഹോസന്ന അതൊരർത്ഥപൂർണമാകുന്ന ശുശ്രൂഷയായിട്ട് മാറ്റിയെടുക്കുവാനായി നമുക്ക് കഴിയത്തുള്ളൂ. ഞാനതാ പറയുന്നത്, എന്നിലുള്ള ഒരു അനുഭവം അതാണ്. ആരുടെയും അനുവാദത്തിനോ ആരുടെയും ഈ എന്നെ ഒന്ന് സെമിനാരിൽ എടുക്കുക എന്നുള്ള ആ ഒരു പിന്നാലെയുള്ള യാത്രയ്ക്കായിട്ട് ഞാൻ കാത്തുന്നില്ല എന്ന്. എന്നോടൊപ്പം പഠിച്ചവരൊക്കെ ഈ 4-5 വർഷമൊക്കെ ഈ പുറത്തിങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒരു വർഷം മാത്രം ജോലി ചെയ്ത് വീണ്ടും സെമിനാരി വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത് ഈ ദൈവവിളിയുടെ മറ്റൊരു തലമാണ്. പ്രിയമുള്ളവരെ, ഇത് നാം ഒന്ന് മനസ്സിലാക്കണം. ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടല്ല. ദൈവത്തിന് വിട്ടുകൊടുത്ത് അവസാനത്തോളം ക്രൂശ് ചുമക്കുവാൻ അത്രയാണ് കർത്താവ് നമ്മെല്ലാവരും വിളിക്കുന്നത്. ജീവിത സഹനങ്ങളൊക്കെ വേദനകളും പരിഹാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നോട് ചോദിച്ചൊരു ചോദ്യം, ബന്ധുക്കൾ, നീ എന്തിനാണ് സെമിനാരി പോകണം? നീ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതല്ലേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. ഈ സെമിനാരി പഠിക്കുമ്പോഴാണ് ഈ വിഴിഞ്ഞം പദ്ധതി വരുന്നത്. വിഴിഞ്ഞം പദ്ധതിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറൊക്കെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു തലത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. പ്രിയമുള്ളവരെ, ദൈവവിളിക്ക് ഒന്നും തടസ്സമാകരുത്. ബന്ധങ്ങളോ ജോലിയോ പഠനങ്ങളോ ഒന്നും തടസ്സമാകരുത്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ പത്രോസിനെ പോലെ വള്ളവും പടകും ഈ വലയും സുഹൃബന്ധങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുവാനായിട്ടുള്ള മനസ്ഥിതി നമുക്കുണ്ടാകണം. ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ കരുതും. മനുഷ്യനല്ല നമ്മെ ഉയർത്തും, ദൈവം നമ്മെ ഉയർത്തും. മനുഷ്യൻ തള്ളിക്കളയും, മനുഷ്യൻ ഉപേക്ഷിക്കും, മനുഷ്യൻ ഒറ്റിക്കൊടുക്കും. ഇവിടെ നോക്കുക, ഇന്ന് ഹോസന്ന പാടിയവർ 4 ദിവസം കഴിയുമ്പോൾ പറയണവനെ ക്രൂശിക്കാം. അപ്പോൾ ഹോസന്ന പാടിയവർ തന്നെ ക്രൂശിക്കുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. ആ ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ കർത്താവിന് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമാണ് കർത്താവിനെ ചുമക്കുവാനും കർത്താവിനോട് യാത്ര ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധ്യമുള്ളൂ. അപ്പോൾ അവസാനം 5-ാമതുമായി തിരുവചനം പറയുന്നു, കർത്താവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കുവാനായിട്ട് എനിക്കുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. കർത്താവ് ആവശ്യപ്പെടും, അത് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിൻ്റെ അടുക്കൽ ഈ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു. പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. കഴുതക്കുട്ടി അലങ്കരിക്കുന്നുണ്ട്, വഴിയിൽ വസ്ത്രം വരിക്കുന്നുണ്ട്, ഹോശന്ന പാടും. തുടർന്ന് 8-ാമത്തെ വാക്യം നോക്കുക. 8-ാമത്തെ വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്, പുരുഷാരം മുഖ്യതും അവിടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിരിച്ചു. ഈ മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രായ ഹോശന്ന എന്ന് പാടി. നോക്കുക, ഇവിടെ ഈ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരല്ല യേശുവിൻ്റെ മുൻപിലും പിൻപിലും ഹോശന്ന പാടിയത് പുരുഷാരം. പുരുഷാരം യേശുവിൻ്റെ ചുറ്റും നിന്ന് അവന് ഹോശന്ന പാടി എന്ന് തിരുവചനം പറയുകയാണ്.
തൊട്ട് മുൻപിലുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, 2 കുരുടനായ മനുഷ്യൻ നിലവിളിക്കുക, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. അവിടെ പുരുഷാരം പറയുന്നു, 30-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പുരുഷാരം മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. 20-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, പുരുഷാരം മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. ഇവിടെ നോക്കുക, ഇവിടെ യേശു കഴുതപ്പുറത്ത് കയറിയിരുന്നപ്പോൾ അതേ പുരുഷാരം തന്നെ ദാവീദ് പുത്ര അങ്ങേക്ക് ഹോശന്ന എന്ന് പാടുകയാണ് ചെയ്യുന്നത്. ആരാണോ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിച്ച് അവന് തടസ്സമായി നിന്ന സമൂഹം, ഇവിടെ അതേ സമൂഹം തന്നെ ക്രിസ്തുവിനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്, ഹോശന്ന പാടുകയാണ്. ഈ ഹോശന്ന നാളിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. നീയും ഞാനും ആർക്കൊക്കെയാണോ തടസ്സമുണ്ടാക്കുന്നത്, ആർക്കൊക്കെയാണോ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്, അവിടെ നിന്നിട്ട് കർത്താവ് എന്നെ മാറ്റി നിന്നെ മാറ്റി അവന് ഹോശന്ന പാടുന്ന തലത്തിലേക്ക് എന്നെ ഉയർത്തും എന്നുള്ള ആ ഒരു ഉപദേശം കൂടിയാണ് ഹോശന്ന നമുക്ക് നൽകുന്നത്. കാരണം ഈ ജനത നോക്കുമ്പോൾ കർത്താവ് വന്നത് ദർശിച്ച് ഈ വിശുദ്ധാഴ്ച പ്രാർത്ഥനയോടുകൂടെ ചെലവിടുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ശക്തമായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയൊരുക്കത്തോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, ശരീര ഒരുക്കത്തോടുകൂടെ, ശരീരവിശുദ്ധിയോടുകൂടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച്. കഴിഞ്ഞ രാത്രിയിൽ ഈ സന്ധ്യാപ്രാർത്ഥനയിൽ എടുത്തൊരു ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈശാനമൂലൻ എന്ന് പറയപ്പെടുന്ന വലിയ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി പ്രാർത്ഥിച്ചു എന്നാ, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 14 ദിവസം വരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 14 ദിവസമാണ് ദൈവം ദർശനം നൽകിയിട്ട് പറയുന്നത്, പേടിക്കേണ്ട, നീ മരിക്കത്തില്ല, കൂടെയുള്ളവർ മരിക്കത്തില്ല. പ്രിയമുള്ളവരെ, ഈ നാളുകൾ, ഈ വരുന്ന ആഴ്ച മുഴുവന് വിശുദ്ധ ആഴ്ചയായി എൻ്റെ മുൻപിൽ നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ആഴ്ചയിൽ പ്രാർത്ഥനയെ മുറുകെ പിടിക്കാം, ഉപവാസം മുറുകെ പിടിക്കാം. ഹൃദയശുദ്ധിയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് ശരണം പ്രാപിക്കും. മറ്റുള്ളവരെല്ലാ ചിന്തകളും മാറ്റാം, കർത്താവിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളും നിലവുകളെയും ക്രിസ്തേശങ്ങൾ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, പരമേശ്വരവാക്യങ്ങൾ പാടി പ്രാർത്ഥിക്കാം.
ഒരു കഴുതക്കുട്ടിയായി തീരണം എന്ന് അങ്ങേ ചുമന്നും അങ്ങുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഹോസന്ന ചെലവഴിക്കണമെന്നുള്ള ആലോചന തിരുവചനത്തിൽ കൂടെ നീ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവപിതാവേ, അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയിൽ അവിടെ ഇടപെട്ട് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയതുപോലെ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരയണമേ. അങ്ങേ ചുമക്കുവാനായി, അങ്ങേ ശുശ്രൂഷിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശുവേ, നീ ഞങ്ങളിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ദൈവകൃപയിൽ അവിടുന്ന് ഞങ്ങളെ ചേർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് പുത്ര, അങ്ങേക്ക് ഹോസന്ന എന്ന് പാടുവാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഹോസന്നയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. കൃപയുള്ളവനെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നടത്തപ്പെടുന്ന എല്ലാ കാര്യാദികളിലും എല്ലാ ശുശ്രൂഷകളിലും കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ സന്നിധിയിൽ നിന്നും കുരുത്തോലുകൾ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുവാനായി ഒരുങ്ങുന്നു. ഈ കുരുത്തോലുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് നൽകുന്ന കരങ്ങളെയും സ്വീകരിക്കുന്ന കരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് സ്വീകരിച്ച് വിശുദ്ധിയോടുകൂടെ ഹൃദയത്തിൽ ഭവനങ്ങളിൽ സൂക്ഷിപ്പാനായി ഇടവരുത്തണമേ. ദുർവിനിയോഗപ്പെടുത്താതെ ഈ കുരുത്തോലകളെ ദൈവം ആശീർവാദം നൽകി എന്ന ചിന്തയോടുകൂടെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നെ വഴിപാടുകൾ അർപ്പിക്കട്ടെ. ഞങ്ങളെ ഒന്നടങ്കം അവിടുന്ന് സ്വീകരിക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ അവിടെ തിരിച്ചറിയണം. വിശുദ്ധിയിൽ കാത്തുകൊള്ളണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗപിതാവേ, ആമേൻ. ഈ സമയം ഗായകസ്വര ഗാനം ആലപിക്കും. സ്തോത്രകാഴ്ച സമർപ്പിക്കാം. സ്തോത്രകാഴ്ച സമർപ്പിച്ച് മടങ്ങിപ്പോകുമ്പോഴും കുരുത്തോല, അൾത്താരിൽ നൽകുന്ന കുരുത്തോല കൂടെ വാങ്ങി മടങ്ങിപ്പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ ആർപ്പിനാദമുയരുന്നിതാ. ഓശന ഓശന സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന. തമ്പുരാൻ രാജരാജനായി ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാക്ക് പാടുന്നു. യേശു തമ്പുരാൻ രാജരാജനായി ഗർത്തഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാക്ക് പാടുന്നു. ഓശന ഓശന സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന.
വരുന്നിതാ. നീചമാനവർ ശുദ്ധരാകുവാൻ നീതിയിൽ വസിച്ചിടുവാൻ രക്ഷയേകിടും ഭീതി മാറ്റിടും യേശുനാഥൻ വരുന്നിതാ. നീചമാനവർ ശുദ്ധരാകുവാൻ നീതിയിൽ വസിച്ചിടുവാൻ ഓശന ഓശന സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന. അത്യുന്നതന് ഓശന യേശുനാഥന് ഓശന. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. അത്യുന്നതന് ഓശന യേശുനാഥന് ഓശന. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. ഓശന ഓശന സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന ഓശന. യേശുനാഥന് ഓശന. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. അത്യുന്നതന് ഓശന യേശുനാഥന് ഓശന. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. യെരൂശലേമിലെ രാജവീതിയിൽ അത്യുന്നാദമുയരുന്നിതാ. തമ്പുരാൻ രാജരാജനായ ഗർഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാർത്തു പാടുന്നു. യേശു തമ്പുരാൻ രാജരാജനായ ഗർഭത്തിൽ വരുന്നിതാ. പൂമരങ്ങൾ തൻ ചില്ല വീശിടും മാനവരാർത്തു പാടുന്നു. ഓശന ഓശന സ്നേഹരൂപനെ ഓശന 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 സ്നേഹരൂപനെ ഓശന. കരങ്ങൾ നൽകപ്പെട്ട കുരുത്തോല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഞാൻ പറയുന്നത് ഏറ്റുചൊല്ലാം. ദാവീദ് പുത്രന് ഹോസന്ന. ദാവീദ് പുത്രന് ഹോശന്ന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോസന്ന. അത്യുന്നതങ്ങളിൽ ഹോശന്ന. ദാവീദ് പുത്രന് ഹോസന്ന. ദാവീദ് പുത്രന് ഹോശന്ന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ ഹോസന്ന. അത്യുന്നതങ്ങളിൽ ഹോശന്ന. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ കർത്താവേ, അങ്ങേക്ക് ഹോസന്ന പാടുവാൻ
അങ്ങയോടുകൂടെ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനോഹരമായ ദിവസം, സന്തോഷം നിറയപ്പെട്ട ദിവസം ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവപിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അവിടുത്തെ രക്ഷയ്ക്ക് വേണ്ടി, അവിടെ നൽകുന്ന വിടുതലിന് വേണ്ടി യാചിക്കുമ്പോൾ കൃപയുള്ള കർത്താവിൻ്റെ വിടുതൽ അനുഗ്രഹം ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം നൽകണമേ. ഞങ്ങൾ അർപ്പിച്ച ഈ വഴിപാട് സ്വീകരിക്കണം. സമർപ്പിച്ച കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. ബിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ആരോഗ്യത്തിനായി, സന്തോഷാനുഭവത്തിനായി സ്തുതി. സന്തോഷത്തിലും ദൈവിക ആശീർവാദത്തിലും മുന്നോട്ട് പോകുവാൻ കൃപയേകണമേ. എബിൻ ബിവിനായി പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ആയിരിക്കുന്നിടങ്ങളിൽ കൂടെ ഇരിക്കണം, അധ്വാനങ്ങളെ മാനിക്കണം. പ്രകാശ്, സിനി, അലീഷ എന്നിവർക്കായി അപേക്ഷിക്കുന്നുണ്ട്. ദൈവമായ കർത്താവേ, ജീവിതത്തിൽ സന്തോഷം നിറയപ്പെട്ട കുടുംബത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവമുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ്രയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രയാസത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. സൗഖ്യമാക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുന്നപ്പുഴ സ്വദേശി ബൈജുവിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യം അവിടുന്ന് അറിയുന്നു. എല്ലാ ആവശ്യങ്ങളിലും തുണയായി കൂടെ ഉണ്ടാകണമേ. കർത്താവെ, വിവാഹ വാർഷിക സ്തോത്ര കാഴ്ച സമർപ്പിച്ചിരിക്കുന്ന വിൻസൻ ബി, രത്നകുമാരി എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തുതി. കുടുംബത്തെ ദൈവം മേൽക്കുമേൽ ആശീർവദിക്കണം. ജന്മദിന സ്തോത്ര കാഴ്ചയുമായി നിൻ്റെ മുമ്പിലായിരിക്കുന്ന അജോഷ്, ജേഡ, ഹെലൻ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ കൃപ അനുഗ്രഹം പ്രിയ കുടുംബങ്ങളോടും വ്യക്തികളോടൊപ്പം ഉണ്ടാകണമേ. തമ്പിക്കുഞ്ഞനും പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം കൂടെ അവിടുന്ന് നൽകിയതിനായി സ്തുതി. ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ജന്മദിനത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന ഷെഫിൻ ഷൈനയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ലഭ്യമാകുവാനിരിക്കുന്ന പുതിയ വർഷം ദൈവാനുഗ്രഹമുള്ള വർഷമാക്കി തീർക്കണമേ. വിവാഹ വാർഷികത്തിൽ പ്രവേശിപ്പാൻ ഒരുങ്ങുന്ന ബിനുകുമാർ, സുനി എന്നീ ദമ്പതിമാർക്ക് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ വേണ്ടുന്ന മഹത്വം ദർശിപ്പാൻ സഹായിക്കണം. യേശു കർത്താവേ, അവിടുന്ന് രാജകീയമായ യാത്ര യെരൂശലേമിലേക്ക് നടത്തിയതിൻ്റെ ഓർമ്മ പുതുക്കൽ ഇന്ന് ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരംഭിച്ചും ആ ഘോഷയാത്ര ചെയ്യുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണം. തടസ്സങ്ങൾ നീക്കണം. നല്ല കാലാവസ്ഥ അവിടുന്ന് ലഭ്യമാക്കി തരണമേ. ഈ ഘോഷയാത്രയിൽ പങ്കുചേരുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും ദൈവം ഒരുക്കണമേ. പങ്കുചേരുവാനുള്ളവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുവാൻ തക്കവിധം ഞങ്ങളുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തുമാറാക്കണം. ആലയത്തു നിന്നും പ്രാർത്ഥിച്ച് ലഭ്യമായ കുരുത്തോല അടുത്ത വിശുദ്ധ ചാമ്പൽ ബുധൻ വഴി ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ സൂക്ഷിക്കുവാനായിട്ട് ഇടവരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഈ ആലയം വിട്ട് പിരിയട്ടെ. ഇന്നും തുടർന്നുള്ള ജീവിതത്തിൽ കൂടെ ഇരിക്കണം. ഈ ആഴ്ച വിശുദ്ധവാരമാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ എപ്പോഴും അങ്ങ് വീണ്ടെടുക്കണം. മുൻപിലും പിൻപിലും കാവലായി കൂടെ ഇരിക്കണം. ആരാധനകൾക്ക് നേതൃത്വം നൽകുന്ന യുവജന സംഘടന, വനിതാ സംഘം, സൺഡേ സ്കൂൾ എന്നിവരെ കർത്താവ് ആശീർവദിക്കണമേ. ശരിയായ വിധത്തിൽ പ്രാർത്ഥനയോടുകൂടി ആരാധനക്ക് നേതൃത്വം കൊടുത്ത് ദൈവനാമത്തിൻ്റെ അനുഭവത്തെ പകരുവാൻ തക്കവെന്നുള്ള ആലോചന ഓരോ സംഘടനകൾക്കും അതിലെ വ്യക്തികൾക്കും പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ആഴ്ച ദൈവമഹത്വത്തിൻ്റെ ആഴ്ചയായി ഞങ്ങൾക്ക് നൽകണം. ശുശ്രൂഷ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയുവാൻ, ആലയത്തിൻ്റെ മഹത്വം കൊണ്ട് ജീവിതം നിറയുവാൻ, പുതുപ്പിക്കേണ്ട അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കൃപയേകണം. വന്നുപോയ പാപങ്ങൾ ക്ഷമിക്കണം. ഇനിയും പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും ദൂതന്മാരുടെ സംരക്ഷണം കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിശ്വാസത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ആൾക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയെ കടക്കാതെ സുദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആശീർവാദത്തിനായി കൊണ്ടിടുന്നു.
എന്നെ അനുഗ്രഹിച്ചതാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്നെ പ്രകാശിപ്പിച്ചു, നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി, നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. എന്റെ സർവാന്തരമേ അരിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത പാരായണം മറക്കരുത്. ആമേൻ. വിശുദ്ധാരെ പങ്കെടുത്ത എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. അറിയിപ്പുകളുണ്ട്.